ഹലോ, ഞാനിന്ന് ഇങ്ങനൊരു വീഡിയോ ഇടാൻ ഒരു കാരണമുണ്ട്. അതായത് നമ്മൾ ഇനി ആരെങ്കിലും ബാംഗ്ലൂരിൽ നിൽക്കുന്നവരോ ഇനി അഥവാ കേരളത്തിന് പുറത്തോട്ടേക്ക് യാത്ര ചെയ്യുന്നവരോ അവരെല്ലാം ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവെയർ ആവാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് നമുക്കറിയാം, കേരളത്തിൽ നിന്ന് പുറത്തോട്ടേക്ക് വരുമ്പം തന്നെ നമുക്ക് ഒരുപാട് മോഷണങ്ങളും കാര്യങ്ങളെല്ലാം കുറച്ച് കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ എപ്പോഴായാലും നമ്മൾ ഇവിടെ കേരളത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും അത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അങ്ങനെയെല്ലാം വിചാരിച്ചിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം കണ്ടുവരാറില്ല. ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ഇപ്പം പോക്കറ്റ് അടി ആയാലും ബാക്കി വല്ല മോഷണ ശ്രമങ്ങളായാലും കുറച്ച് അപൂർവമായിട്ടുള്ള കാര്യങ്ങളാണ് കാണാറ്. അഥവാ അത് ഉണ്ടെങ്കിൽ തന്നെ അത് അപ്പാട് പോലീസ് പിടിക്കാറുമുണ്ട്. ഭൂരിഭാഗം കേസിലും നമുക്ക് നമ്മുടെ സാധനം തിരിച്ചു കിട്ടാറുമുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ കർണാടകത്തിലോട്ടേക്ക് വരുന്ന സമയത്ത് അങ്ങനെയല്ല. ഞാനത് പറയാനാണ് കാരണം, ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം എനിക്കെന്ന് വെച്ചാൽ എൻ്റെ വേണ്ടപ്പെട്ട രണ്ടാൾക്കുണ്ടായ ഇൻസിഡൻറ്റ് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. അതായത് മറ്റാർക്കുമല്ല, എൻ്റെ ഹസ്ബൻഡും പിന്നെ എൻ്റെ അച്ഛനും ഉണ്ടായ ഏകദേശം സിമിലർ ആയിട്ടുള്ള അനുഭവം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചത്. മറ്റൊന്നുമല്ല, നമുക്കറിയാം ഇവിടെ കൂടുതലായിട്ട് ഇപ്പം ബാംഗ്ലൂരിലെല്ലാം പറഞ്ഞാൽ കൂടുതലായിട്ട് ഉണ്ടാവുന്നത് മോഷണത്തിൽ നമ്മുടെ ഇതായിരിക്കും. മൊബൈൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുക, മാല ചെയിന് നഷ്ടപ്പെടുക, പേഴ്സ് കൊണ്ടുപോവുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാവാറ്. ഇതുപോലെ തന്നെ ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് ആദർശിൻ്റെയും ഫോണ് ഒരാൾ എടുത്തുകൊണ്ട് പോയി. പിന്നെ ഇതിപ്പം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, മുന്നേ എൻ്റെ അച്ഛൻ്റെ ഫോണ് 2 വർഷം മുന്നേ ഇതേപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് മംഗലാപുരത്ത് നിന്നായിരുന്നു. പക്ഷേ ഇത് രണ്ടും ഏകദേശം സിമിലർ ആയിട്ടുള്ള മെത്തേഡിലാണ് ഈ മോഷണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ പറയാമെന്ന് വിചാരിച്ചത്. നമ്മളിപ്പോൾ വിചാരിക്കും ഇല്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നമ്മൾ കുറച്ചുകൂടി ഇതാക്കിയാൽ ശ്രദ്ധിച്ചാലെല്ലാം കുറയാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കും. ഒരു പരിധി വരെ കുറക്കാൻ പറ്റും. പക്ഷെ എന്നാലും ഇവരുടെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, രാവിലെ ഓഫീസിലോട്ടേക്ക് പോകുമായിരുന്നു. അപ്പം പോകുന്ന സമയത്ത് ബസ് കയറുന്ന സമയത്ത് ഒരാൾ ബസ്സിലോട്ട് കയറുമ്പോൾ സ്ലോ ആക്കി കളിച്ചു. അപ്പം നമ്മൾ സാധാരണ നമ്മൾ പറയുമല്ലോ, സ്ലോ ആക്കി കളിക്കുമ്പോൾ നമ്മൾ അയാളോട് നമ്മൾ പെട്ടെന്ന് കയറണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അയാളിലേക്ക് ഫുള്ള് കോൺസെൻട്രേഷൻ കൊടുക്കുന്ന സമയത്ത് മറ്റൊരാൾ ഫോണും എടുത്തുകൊണ്ട് പോയി. ഇങ്ങനെ തന്നെ ആണ് മുന്നേ ഉണ്ടായത്. 2 വർഷം മുന്നേ അച്ഛനും സംഭവിച്ചു ഇതുപോലെ തന്നെയായിരുന്നു. മംഗലാപുരത്ത് നിന്നായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, അവിടെയും നമ്മൾ ട്രെയിനിലോട്ടേക്ക് മംഗലാപുരത്ത് നിന്ന് നാട്ടിലോട്ടേക്ക് ട്രെയിനിന് കയറിയായിരുന്നു. അപ്പോൾ കയറുന്ന സമയത്ത് ഒരാൾ ഈ കയറുമ്പോൾ തന്നെ അവിടെ ഭയങ്കര സ്ലോ ആക്കി നിന്നിട്ട് അയാൾ കയറാണ്ട് കളിച്ചു. അപ്പം നമ്മളെല്ലാവരും അയാളോട് ഇങ്ങനെ കയറി എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് തൊട്ട് അപ്പുറത്തുള്ള ഒരാൾ പിന്നെ അച്ഛൻ്റെ പോക്കറ്റിൽ ഫ്രണ്ട് നമ്മുടെ ഷർട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ആ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് പോയി. ഞാനും ഒരു സൈഡിലുണ്ടായിരുന്നു, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പാടെ അയാൾ എങ്ങോട്ടോ പോയി. പിന്നെ നമ്മൾ അപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ അന്നേരം അവിടെ ഒരു പോലീസ് ഉണ്ടായിരുന്നു, അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ പിന്നെ പോലീസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നമ്മുടെ നാട്ടിലുള്ളതെല്ലാം കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ടായത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ നമ്മൾ 3 തവണ പോയി. അതായത് എൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓൺലൈനായിട്ടാണ് ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ ഫോണിൻ്റെ അകത്തുള്ള സിമ്മിലെ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കണം, എന്നിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യണം. ഇന്നലെ 2 സിമ്മുള്ള ഫോണായിരുന്നു പോയിട്ടുണ്ടായത്. അപ്പോൾ അതിലൊരു സിമ്മിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അത് ചെയ്യിപ്പിച്ചിട്ട് നമ്മളത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അതൊരു ഓൺലൈനായിട്ടൊരു കംപ്ലൈൻറ്റ് കൊടുത്തു. ഇനിയിപ്പം ആ ഫോണ് എവിടെയെങ്കിലും ആരെങ്കിലും ഫോണ് സിമ്മ് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ മെയിൽ ID ഒരു മെയിൽ വന്നിട്ട് അവർ ട്രേസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ ഇന്നലെ മുതലേ ആ ഫോൺ സ്വിച്ച് ഓഫാണ്, ഓപ്പൺ ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ആ മംഗലാപുരം പോയ സമയത്ത് അവിടെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞുതരാം അവർ പറഞ്ഞിട്ടുണ്ടായത് ഇങ്ങനെയുള്ള കേസസ് ഒരുപാട് അധികം ഉണ്ട്. അത് ഇന്നലെ പോയവരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബുക്കിൽ കുറേ കേസ് ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫോണ് തിരിച്ചു കിട്ടാനുള്ള ചാൻസ് എല്ലാം വളരെ കുറവാണ്. ഒന്നാമത് അവർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫോൺ ഇനി ഇവരിങ്ങനെ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. അവർ വേറെ ഫോണിപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഫോൺ ഇനി വേറെ ഒരാൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ പോലും ചിലപ്പോൾ അവർ എല്ലാ ഭാഗവും സെപ്പറേറ്റ് ചെയ്തിട്ട് എല്ലാം വിൽക്കുക, അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ
നമുക്ക് പിന്നെ കിട്ടാനുള്ള ചാൻസ് എല്ലാം വളരെ കുറവാണ്. എന്നാലും നമുക്കറിയാമല്ലോ, നമ്മളൊരു ഫോൺ എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കുറേ മോഡലെല്ലാം കാത്തു നിന്ന് അങ്ങനെയെല്ലാം വെച്ചിട്ടായിരിക്കും നമ്മളൊരു ഫോണെല്ലാം എടുക്കുന്നുണ്ടാവും. അപ്പം അതും ചിലപ്പോൾ എല്ലാം നമുക്കറിയാം കുറേ EMI അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ഫോൺ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇനി അല്ലാണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ പൈസ എല്ലാം തിരിച്ചടക്കണം. പിന്നെ നമ്മുടെ ഒരു വലിയ എമൗണ്ടാണ് നമുക്ക് പോകുന്നത്. പിന്നെ നമുക്കൊരു പേഴ്സണലായിട്ട് ഒരു നല്ല വിഷമവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പം ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും വെറുതെ നോക്കണ്ട. കാരണം ഒരാൾ മാത്രമല്ല ഇതിലുള്ള ഉണ്ടാവുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരാൾ മാത്രം നമുക്ക് ട്രേസ് ചെയ്ത് പിടിക്കാൻ പറ്റുമല്ലേ. ചിലപ്പോൾ ഇത് 3-4 ആൾക്കാരെല്ലാം കൂടിയിട്ടാണ് ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരാളെടുക്കുന്നത് വേറെ ആൾക്ക് കൊടുത്ത്, വേറെ ആൾക്കുന്ന അങ്ങനെ കൊടുത്ത് പോകുമ്പോഴും നമുക്ക് മനസ്സിലാവില്ല ആരുടെയൊക്കെയാണ് ഫോൺ ഉണ്ടാവുക, ഒന്നും തിരിയില്ല. അപ്പം പിന്നെ നമ്മളെ മാക്സിമം അവെയറായിട്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഫോണായാലും പേഴ്സായാലും പിന്നെ ചെയിനായാലും പോയാൽ പോയത് തന്നെയാണ്. ബാക്കി ഇപ്പോൾ പേഴ്സിലെല്ലാം ആണെങ്കിൽ ബാക്കി ID കാർഡും അങ്ങനെയുള്ള കാര്യങ്ങളും, ഫോണിൻ്റെ കവറിലെല്ലാം ID കാർഡും പൈസയെല്ലാം സൂക്ഷിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ പോയാൽ അത് പോയത് തന്നെയാണ്. തിരിച്ചു കിട്ടാനുള്ള ചാൻസ് എല്ലാം വളരെ കുറവാണ്. അപ്പം ഇവിടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെല്ലാം ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, നാട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ബാംഗ്ലൂർ തന്നെ ആവണമെന്നില്ല, നമ്മൾ കേരളം വിട്ട് പുറത്തോട്ട് വരുമ്പം തന്നെ ഇങ്ങനത്തെ പരിപാടിയാണ് കൂടുതലുള്ളത്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവെയർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പം അത്രയേ ഉള്ളൂ.